നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, ഫാമിലി റീയൂണിഫിക്കേഷൻ. മറ്റൊന്ന്, അയർലൻഡിലെ ജനറൽ വർക്ക് പെർമിറ്റിൽ എത്തിയവർക്ക് അവരുടെ സ്പൗസിന് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയുമോ? വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം വരെ അയർലൻഡിലെത്തിയിട്ടുള്ള, അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ എത്തിയിട്ടുള്ളവർ, അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ HCAമാരും കൂടാതെ ഹോട്ടലുകളിലും മറ്റും ഷെഫായിട്ട് കടന്നു വന്നവരുമാണ്. മാത്രമല്ല, ഈ കടന്നു വന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസാണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പോരാ, കൂടുതലും മലയാളികളുമാണ്. അങ്ങനെയുള്ളവർ തങ്ങളുടെ ജീവിത പങ്കാളിയെ അയർലൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരത്തെ അവർക്ക് അയർലൻഡിൽ ജോലി ചെയ്യണമെങ്കിൽ ജോലി കൊടുക്കാൻ താല്പര്യപ്പെടുന്ന കമ്പനികൾ അവർക്ക് ഒരു വർക്ക് പെർമിറ്റ് കൂടി അപ്ലൈ ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന വിസ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാമ്പ് 3 ആയിരുന്നു. സ്റ്റാമ്പ് 3യിൽ എത്തുന്നവർക്ക് അയർലൻഡിൽ ജോലി ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അത് അവരുടെ ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് കാർഡിലും എൻട്രി ചെയ്യുമായിരുന്നു. ഇനി അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി അവർക്ക് ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും വേണമായിരുന്നു. ഇത് ഭാരിച്ച ഒരു പണി തന്നെയായിരുന്നു. കാരണം അതിന് പൈസ ചെലവും മറ്റുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഐറിഷ് ഗവൺമെൻറ് വിപ്ലവകരമായ മറ്റൊരു മാറ്റവുമായി കടന്നു വന്നത്. അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ വന്ന ആരെങ്കിലും അവരുടെ ജീവിത പങ്കാളിയെ അയർലൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഈ കഴിഞ്ഞ 15-ാം തീയതി മുതൽ, അതായത് മെയ് 15 മുതൽ അവർക്ക് അയർലൻഡിൽ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയും. കാരണം അവരുടെ വിസ സ്റ്റാറ്റസ് മാറി. അത് ഇനി സ്റ്റാമ്പ് 1G എന്ന വിസയാണ് കിട്ടുന്നത്. ആ വിസയിലുള്ളവർക്ക് വർക്ക് പെർമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാനും സാധിക്കും. ഇത് ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽ വന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം അയർലൻഡിലെ എക്സ്പെൻസ് ഇപ്പോൾ എങ്ങനെയാണെന്ന്. ഒരിക്കലും 30,000 യൂറോ പ്രതിവർഷം സാലറിയുള്ള ഒരാൾക്ക് ഒരാളുടെ മാത്രം സാലറിയിൽ കുടുംബമായി അയർലൻഡിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായും വീട്ടുവാടക, നിത്യോപയോഗ സാധനങ്ങളുടെ വില, ഇലക്ട്രിസിറ്റി, ഫോൺ ബിൻ, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, ഇനിയൊരു വണ്ടി എടുത്താൽ അതിൻ്റെ ചിലവ്, അല്ലെങ്കിൽ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ മറ്റു ചിലവുകൾ. അങ്ങനെ വരുമ്പോൾ ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ എത്തുന്ന ഒരാളുടെ ബേസിക് സാലറി കൊണ്ട് ഒരു ഫാമിലി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു നിയമം വന്നതോടുകൂടി ജീവിത പങ്കാളിക്ക് കൂടി ജോലി കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് വളരെ ഗുണം ചെയ്യുന്നതും ആണ്. കൂടാതെ ഇപ്പോൾ നിലവിൽ അയർലൻഡിൽ താമസമുള്ള ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നവരുടെ സ്പൗസിന് അവർക്കും ഈ നിയമം ബാധകമാണ്. ഇന്നു മുതൽ അവർക്കും ജോലി ചെയ്തു തുടങ്ങാം. അതിനവർക്ക് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. അടുത്ത തവണ നിങ്ങൾ IRP കാർഡ് റിന്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ആവുന്നതും ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ തന്നെ ഓടിപ്പോയി സ്റ്റാമ്പ് 3 1Gയിലേക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ സൈറ്റിൽ കയറി ഇതുപോലെ ഒരു ലെറ്റർ എടുത്ത് കൊടുത്താൽ മതി. അതാണ് അവർക്ക് കൂടി ജോലി ചെയ്യാമെന്നുള്ളതിൻ്റെ അനുമതി. ഇത്രയും ഭാഗം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെ ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ എത്തിയവർക്ക്, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി അയർലൻഡിൽ എത്തിയവർക്ക് അവരുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ എന്തായി? ജീവിത പങ്കാളി ഇവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായിരുന്നു മുന്നേയുള്ള നിയമങ്ങൾ? അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ വന്ന ഒരാൾക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരുന്നതിന് ഉള്ള നിയമങ്ങൾ ഇത്ര യൂറോ സാലറി ഉണ്ടായിരിക്കണം, 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കണം, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഇത്ര സാലറി വേണം, ഇനി 2-3 കുട്ടികളാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച് ആഴ്ചയിലുള്ള സാലറി വ്യത്യാസമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സാലറിയുടെ കാര്യങ്ങളും മറ്റും വിശദമായി തന്നെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങളിൽ ഒന്നും ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പലതവണ പല പ്രക്ഷോഭങ്ങൾ HCA ആയി വന്നിട്ടുള്ളവർ ഫാമിലി റീയൂണിഫിക്കേഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡിൻ്റെ നേതൃത്വത്തിൽ പലതവണ ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ അയർലൻഡിലെ നീതിന്യായ വകുപ്പ് മന്ത്രി ഹെലൻ മക്കൻജിയോട് ഇവിടുത്തെ സാഹചര്യങ്ങൾ, അതായത് അയർലൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി വന്നിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഫാമിലിയെ
പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ വേദനകളും ഇവിടുത്തെ നിയമവ്യവസ്ഥിതി മൂലം അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വളരെ വിശദമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ പലതവണ അവരുമായി ചർച്ച ചെയ്ത കാര്യവുമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ചേർക്കുന്നു. Not being able to have my children and husband with me here, it shouldn't have to be this way. We are appealing with all our hearts to Minister Helen McEntee as a mother herself to remove the barriers separating us from our families. I am a carer myself. I take care of families, elderly relatives. I want to care for my family here too. It is so hard to return to an empty home at the end of our duty shift. Of course, I would love nothing more than to see my kids every day. To help them with their homework, so share a meal as a family, all of us together. Myself, my husband and my kids. I should not be forced to choose between providing for my family and being with them. It is a heartbreaking not having my family here. ഇത് എപ്പോഴെങ്കിലും നടക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടുന്നത്. അങ്ങനെ HCAമാരായി അയർലൻഡിൽ വന്നിട്ടുള്ള ആളുകൾ അവരുടെ സ്പൗസിനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവരുടെ പങ്കാളിക്ക് ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പുതുതായി പാസാക്കിയ ഈ നിയമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആളുകൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരായി അയർലൻഡിൽ വന്നവരുടെ സ്പൗസിനെ കൊണ്ടുവരാനുള്ള നിയമങ്ങളിലുള്ള പ്രയാസങ്ങൾ കൂടി പരിഹരിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ പുതിയ വിസ നിയമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അയർലൻഡിലുള്ള HCAമാർക്ക് കിട്ടുകയുള്ളൂ. അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിലെത്തിയവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉടൻ തന്നെ എടുക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വിഷയത്തിൽ എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥന ഉണ്ടാകട്ടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ഫാമിലിയുമായി ഒരുമിച്ച് അയർലൻഡിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.